ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാനറോഫാൻ ട്രങ്കംബോൾ മാരിഗോഫൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയെ കുറിച്ചാണ്. സംഭവം ഒന്നും കത്തില്ല അല്ലേ? അതായത് KTM ബൈക്കുകളെ കുറിച്ചാണ്. ഒരുപാട് പേർക്ക് അതിന്റെ ഫുൾ ഫോം അറിയായിരിക്കും. എനിക്കൊക്കെ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഇരുന്ന് വായിച്ച് നോക്കി പഠിച്ചിട്ടാണ് ഈ സാധനം കിട്ടിയത്. ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പേര് തന്നെയാണ് കാനറോഫാൻ ട്രങ്കംബോൾ മാരിഗോഫൻ. KTM യൂസ് ചെയ്യുന്ന എത്ര പേർക്ക് അറിയുന്നുള്ള പോലും അറിയില്ല എന്നുള്ളൊരു കാര്യമാണ്. എൻ്റെ ഫ്രണ്ട്സ് യൂസ് ചെയ്യണവർക്കൊന്നും ഞാൻ ചോദിച്ചപ്പോൾ അറിയില്ലായിരുന്നു. അന്നൊക്കെ നമ്മളുടെ കയ്യിൽ വേറൊരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന്റെ പേര് എന്താ പറയുക, KTMന്റെ ഫുൾ ഫോം ആർക്ക് അറിയുമെന്ന് വെച്ചിട്ട് അതായുള്ള അത് വെച്ചിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. എന്തായാലും ഇച്ചിരി ഇടങ്ങേറ് പിടിച്ചൊരു പേര് തന്നെയാണ് KTMന്റെ ഫുൾ ഫോം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് KTMന്റെ ചരിത്രത്തിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ KTM നമ്മളുടെ ഇന്ത്യൻ വിപണിയിൽ എത്തിയിട്ട് അധികം കാലമൊന്നും ആയിട്ടില്ല. പക്ഷെ അതിനിടയിൽ തന്നെ ഒരുപാട് യുവാക്കളുടെ ഹരമായി മാറിയിരിക്കുകയാണ് KTM. അത് ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു അടിപൊളി വണ്ടിയാണെന്നുള്ള ഒരു അഭിപ്രായം ഉള്ളവരാണ് ഭൂരിഭാഗവും. പിന്നെ ബാക്കിയുള്ള ആളുകൾ ഇത് ആൾക്കാരെ കൊല്ലണ വണ്ടിയാണെന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. ബട്ട് ഒരു യാഥാർത്ഥ്യം നോക്കാന്നുണ്ടെങ്കിൽ അതൊന്നും ശരിയല്ല നമുക്ക് മനസ്സിലാവും. കാരണം വണ്ടി ഓടിക്കാൻ അറിയാത്ത ഒരാളുടെ കയ്യിൽ ഏത് വണ്ടി കിട്ടിയിട്ടും കാര്യമില്ല. കുറച്ചധികം പവർ ഉള്ള ഒരു ബൈക്ക് മര്യാദക്ക് യൂസ് ചെയ്യാൻ അറിയാത്ത ഒരാളുടെ കയ്യിൽ, അതായത് 150cc പോലും യൂസ് ചെയ്യാത്ത ഒരാളുടെ കയ്യിലേക്ക് 290cc അല്ലാതെ 390cc അല്ലെങ്കിൽ 200cc ഇത്രയും എന്താ പറയുക കോമ്പാക്ട് ആയിട്ടുള്ള ഇത്രയും സ്പോർട്ടി ആയിട്ടുള്ള ഒരു വെഹിക്കിൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും അത് മര്യാദക്ക് ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ ആക്സിഡൻസ് ഉണ്ടാവും. പിന്നെ കൂടുതലായിട്ടും ആളുകൾ മരിക്കുന്ന വേറൊരു കാര്യം, ഹെൽമെറ്റ് വെക്കാത്തതുകൊണ്ട് ഒരുപാട് പേർക്ക് പരിക്കുകൾ കാര്യങ്ങളൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഹെൽമെറ്റ് എല്ലാവരും വെക്കാതെ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാണ്. അപ്പോൾ ഹെൽമെറ്റിനെ കുറിച്ച് നമുക്ക് വേറൊരു സേഫ്റ്റി വീഡിയോ എന്തായാലും ചെയ്യണം. ഈ ഒരു ടൈമിൽ തന്നെ ഈ തൃശ്ശൂർ തന്നെ എത്ര പിള്ളേരാണെന്നറിയോ? എന്താ പറയുക, ആലോചിക്കുമ്പോൾ സങ്കടമാണ്. അത്രയും എന്താ പറയുക, നിങ്ങളെല്ലാവരും ഹെൽമെറ്റ് ഒക്കെ വീഡിയോ കാണുമല്ലോ. പറഞ്ഞതിന് മാറിപ്പോയി, എന്നാലും പറയാണ്. ഈ KTM എന്ന് പറഞ്ഞ സംഭവം തുടങ്ങുന്നത് 1992 ഈ ഒരു KTM എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് തുടങ്ങുന്നത്. ബട്ട് ഇതിന്റെ ഒരു ബാക്കിലോട്ട് എടുക്കാന്നുണ്ടെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ 1934 ജോൺ ട്രങ്കംബോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങായി ഒരു കാറിന്റെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുന്നുണ്ടായി. ആളൊരു മെക്കാനിക് ആയിരുന്നു. ആളൊരു കാറിന്റെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുക എന്നൊരു സാഹചര്യം ഉണ്ടായി. അവിടെ കാറുകൾ റിപ്പയർ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് ആളത് ഒരു 2 വർഷത്തിന് ശേഷം DWK എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിളിന്റെ ഓപ്പലിന്റെ കാറിന്റെയും അതേപോലുള്ള വിപണികളിൽ കൂടുതലായിട്ട് ശ്രദ്ധിച്ചു. അതായത് അത് സെയിൽ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് വേൾഡ് വാർ വരുന്നത്. വേൾഡ് വാർ വരുന്ന ആ ഒരു ടൈം ആയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് ആർമിയിലോട്ട് പോകേണ്ടി വന്നു. ആർമിയിലോട്ട് പോയ ടൈമിൽ ഈ കമ്പനി അപ്പോൾ നോക്കി നടത്തിയിരുന്ന ആളുടെ വൈഫാണ്. ആള് തിരിച്ചു വരുന്ന സമയം കൊണ്ട് തന്നെ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള നഷ്ടത്തിലോട്ട് കൂപ്പുകുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. അതായത് ആളെ ആർമിയിൽ പോയപ്പോൾ ആളുടെ വൈഫിന് അത്ര ഒരു കാലിബർ ഉണ്ടായിരുന്നില്ല. അവര് നോക്കി നടത്തി, എന്നാലും അവരുടെ ലിവിങ്ങിന് വേണ്ടി അവർ നോക്കി നടത്തിയിട്ടും ഒരുവിധം നഷ്ടത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ പുള്ളി തിരിച്ചു വരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് അവര് സ്വന്തമായിട്ട് ബൈക്ക് നിർമ്മിക്കാന്നുള്ള ഒരു പ്ലാനിലെത്തിയത്. അപ്പോൾ 1951 എന്താ റോട്ടെക്സ് മോട്ടോഴ്സിന്റെ എഞ്ചിനൊക്കെ വെച്ചിട്ട് ഒരു പ്രോട്ടോടൈപ്പ് ഡിസൈൻ ചെയ്ത് എന്നിട്ട് 2 വർഷത്തിന് ശേഷം അതിന്റെ കാര്യങ്ങൾ, അതിന്റെ എന്താ പറയുക ടെസ്റ്റുകൾ കാര്യങ്ങൾ, അതിന്റെ ഒരു ഒബ്സർവേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷം ഈ R100 എന്ന് പറഞ്ഞിട്ടുള്ള R100 എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ ലോഞ്ച് ചെയ്യാണ് ചെയ്തത്. അതായിരുന്നു അവരുടെ ആദ്യത്തെ ബൈക്ക്. ആ കമ്പനിയിൽ ആകെ 20 തൊഴിലാളികൾ ഉണ്ടായിരുന്നുള്ളൂ. ഈ 20 തൊഴിലാളികൾ വെച്ചിട്ട് പെർ ഡേ 2 ബൈക്ക് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിരുന്നു. അത്രയും വലിയൊരു എന്താ പറയുക നല്ല രീതിക്ക് പ്ലാൻ ചെയ്തിട്ടൊക്കെയായിരുന്നു ആ സംഭവം വന്നിരുന്നത്. 1953 വരെ ഈ കമ്പനി ഒരു കമ്പനി ആയിട്ടൊന്നും മര്യാദക്കുള്ള രീതിയിലൊന്നും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 1952 ഏൺസ് കോൺറോഫില്ലേ, നമ്മൾ ആദ്യത്തെ പേര് പറഞ്ഞ ആള്, KTMന്റെ ആ ആള് ഹ്യൂജ് എമൗണ്ട് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഇൻവെസ്റ്റ്മെന്റ് കിട്ടി കഴിഞ്ഞപ്പോൾ ഈ കമ്പനി പടിയായിട്ട് ഉയരാനുള്ളൊരു തുടക്കം ആയിരുന്നു. ആ ഒരു എന്താ പറയുക, നമ്മൾ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നൊക്കെ പറയില്ലേ, അതായിരുന്നു ആളുടെ ഇൻവെസ്റ്റ്മെന്റ്. ആളാ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കാനറോഫാൻ ട്രങ്കംബോൾ മാരിഗോഫൻ ഈ KTM എന്നുള്ള സംഭവം രൂപപ്പെട്ടത് 1954. 1954 R125 എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ടൂറിസ്റ്റ് ലോഞ്ച് ചെയ്യണ്ടായിരുന്നു. അത് ഓസ്ട്രേലിയ വെച്ച് നടന്നിട്ടുള്ള ഒരു റേസിൽ അവരുടെ ഒരു വ്യക്തിമുദ്ര, കമ്പനിയുടെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇവർക്ക് ഉണ്ടായി. അതായത് ആ ബൈക്കിന്റെ പെർഫോമൻസിന് ഉണ്ടായി. അതിനുശേഷമാണ് അവർ റേസിംഗിലോട്ട് കൂടുതലായിട്ട് ശ്രദ്ധിച്ചത്. 1957 ടൈം ആയപ്പോൾ അവരുടെ എന്താ പറയുക ട്രോഫി എന്ന് പറഞ്ഞിട്ടുള്ള KTM 125cc മോട്ടോർ ബൈക്കിൽ റേസ് ബൈക്കുകൾ ഇറക്കി തുടങ്ങി. അതിൻ്റെ ഒപ്പം തന്നെ അവർ മോപ്പിഡ് അതേപോലെ തന്നെ ബൈസിക്കിള് ഇതൊക്കെ ഉണ്ടാക്കാനുള്ള എന്താ പറയുക തുടങ്ങി. 1960 ടൈം വന്നപ്പോഴാണ് ഇവർക്ക് ഒരു മോശം സമയം വീണ്ടും വന്നത്. ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാനറോഫ് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഇൻവെസ്റ്റർ ആള് മരിച്ചുകൊണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ജോൺ ട്രങ്കംബോളും മരിച്ചത്. ഹാർട്ട് അറ്റാക്കിനെ തുടർന്നിട്ടായിരുന്നു ആ മരണം ഉണ്ടായത്.
അതിനുശേഷം ഈ ഫാമിലി ബിസിനസ് ഐറിഷ് ട്രങ്കംബോൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. ആളുടെ മകനായിരുന്ന ഐറിഷ് ട്രങ്കംബോൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നു. അതിനുശേഷം ആളുടെ ഒരു അണ്ടറിൽ ഈ കമ്പനി വളരെ നല്ല രീതിയിൽ വളരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ആ 20 എംപ്ലോയീസ് എന്നുള്ള ലെവലിൽ നിന്ന് അത്യാവശ്യം വളർന്നുണ്ടായിരുന്നു. എന്നാലും ആളുടെ ഒരു അണ്ടർടേക്കിങ്ങിൽ ഒരു 400 എംപ്ലോയീസ് എന്നുള്ള ലെവലിലോട്ട് ഈ കമ്പനി വളരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 40 വർഷത്തിനുള്ളിൽ 42ഓളം മൈക്കിന്റെ മോഡലുകൾ ഇവർ ഇറക്കുന്നുണ്ടായിരുന്നു. പിന്നീട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ KTM റേഡിയേറ്റർ യൂറോപ്യൻ കാർ മാർക്കറ്റിൽ വളരെയധികം എന്താ പറയുക ഒരു പേരുള്ളൊരു റേഡിയേറ്റർ ആയിരുന്നു. അവർ അതിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ ഈ മോപ്പിഡിന്റെയും അതേപോലുള്ള സംഭവങ്ങളുടെ ഒക്കെ കാര്യങ്ങൾ, അതായത് ഇവരുടെ വിൽപ്പന വളരെയധികം കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് 1988 അവരത് സ്റ്റോപ്പ് ചെയ്യാണ് ഉണ്ടായത്. അതിനുശേഷം 1989 ഐറിഷ് ട്രങ്കംബോൾ മരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആള് മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക കമ്പനി വീണ്ടും കടത്തിൽ കാര്യങ്ങളൊക്കെ ആയി പേ ബാക്ക് ചെയ്യാൻ പറ്റാണ്ടൊക്കെ ആയപ്പോൾ 1991 കടം കൊടുത്തവർ ഈ കമ്പനി അക്വയർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ഫെയിലിയേഴ്സ് കഴിഞ്ഞപ്പോൾ അവസാനം ഇവര് ഇത്രയും ഉണ്ടാക്കിയെടുത്ത കമ്പനി എന്താ പറയുക ഇവർക്ക് ലോൺ കൊടുത്ത ഒരു കമ്പനി എടുത്തുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. 1992 ആയപ്പോഴത്തേന് ഈ കമ്പനീനെ അവർ 4 ആക്കി ഭാഗിച്ചു. അതായത് മോട്ടോർ സൈക്കിൾ ഡിപ്പാർട്ട്മെന്റ്, ബൈസിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, റേഡിയേറ്റർ ഡിപ്പാർട്ട്മെന്റ്, പിന്നെ ടൂളിങ്ങിന്റെ ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ 4 ആക്കിയിട്ട് അവർ ഭാഗിച്ചു. അതിൻ്റെ ഉള്ളിൽ മോട്ടോർ ബൈക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ 1996 ഇവർ ഇപ്പോൾ കാണുന്ന ഡ്യൂക്കിന്റെ ഒരു ഓറഞ്ച് കളർ ഷെയ്ഡ് അവർ ആദ്യമായിട്ട് ഇറക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഡ്യൂക്ക് ഇറക്കുന്നത് 1994 ഇവരുടെ ഏറ്റവും പ്രശസ്തമായ ഒരു മോഡലാണ് ഈ ഡ്യൂക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബൈക്ക് KTMന്റെ. അത് ഇറക്കുന്നത് 1994. അതിനുശേഷം LC4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ ബൈക്ക് മോഡൽ 1997 അവർ ഇറക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിനുശേഷം KTMന് ഗ്രോത്ത് തന്നെ ഉണ്ടായിട്ടുള്ളൂ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിനുശേഷം പറയാന്നുണ്ടെങ്കിൽ 2007 നമ്മളുടെ ബജാജ് ഉണ്ടല്ലോ, ഇന്ത്യൻ മോട്ടോർ സൈക്കിൾ കമ്പനി ആയിട്ടുള്ള ബജാജ് ഈ KTM ബൈക്കിന്റെ മോട്ടോർ സൈക്കിൾ AG എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് 14.5% ഷെയർ ഹോൾഡ് ചെയ്യണ്ടായി. ഇപ്പോൾ അവരിപ്പോൾ ഒരു 48% കറന്റ്ലി അവർ സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ പറയാന്നുണ്ടെങ്കിൽ ഈ KTM സ്പോർട്സ് മോട്ടോർ സൈക്കിൾ GmbH എന്നുള്ള ഒരു പേര് മാറ്റിയിട്ട് KTM AG എന്നായത് 2012 കേട്ടോ. പിന്നീട് അതായത് ഒരു 2017 എടുക്കാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ടേൺ ഓവർ എന്ന് പറയുന്നത് 1.14 ബില്യൺ യൂറോക്ക് മേലെ കടന്നിരുന്നു എന്നാണ് പറയുന്നത്. അതായത് അത്ര പേരുടെ ടേൺ ഓവർ കമ്പനി ഉണ്ടാക്കിയിരുന്നു. അറൗണ്ട് ഒരു 80 മില്യൺ യൂറോളം അതിന്റെ പ്രോഫിറ്റും അവർ പറയുന്നുണ്ടായിരുന്നു. ആ 20 എംപ്ലോയീസിൽ നിന്നും ദിവസം 2 ബൈക്ക് വെച്ച് ഉണ്ടാക്കിയിരുന്ന ആ ഒരു കമ്പനി ഇപ്പോൾ ഇത്ര പേർക്ക് ബൈക്കുകൾ നമുക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക ഇപ്പോൾ ഒരു 3000-ലധികം എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് അവരുടെ കമ്പനിയിൽ കേട്ടോ. ബാക്കി നമ്മൾ ഷോറൂം സർവീസ് സെന്റർ കാര്യങ്ങളൊക്കെ നോക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് 10-30,000 ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അതല്ലേ ഉദ്ദേശിച്ചത്. അപ്പോൾ അത്ര ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് KTM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു ലെവലിലോട്ട് വളർന്നിട്ടുണ്ടെന്നുള്ളത് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞു തരണമെന്നില്ല. KTMനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വന്നപ്പോൾ ഒരു വീഡിയോ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പോരാത്തതിന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എനിക്ക് എന്തെങ്കിലും മെസ്സേജ് അയക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാം ID RAZDEN ആണ്. അപ്പോൾ KTMനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇത്ര ഇതിനെ പറയാനുള്ളൂ. ഈ KTM ബൈക്കിനെ കുറിച്ചിട്ട് മിക്സ്ഡ് ആയിട്ടുള്ള ഓരോരോ അഭിപ്രായങ്ങളൊക്കെയാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഈ സാധനം ഇഷ്ടമാണ്. പിന്നെ വേറൊരു കാര്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൂപ്പർ ബൈക്ക് ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു റേറ്റിൽ തന്നെയാണ് ഇവർ കൊണ്ടുവരുന്നത്. പിന്നെ ഈ ബൈക്കിനെ കുറ്റം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓടിക്കാൻ അറിയാത്തവർ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അതായത് ഇപ്പോൾ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല എന്ന് നമ്മളാരും സമ്മതിക്കില്ല. ബട്ട് ഓരോ ബൈക്ക് ഓടിക്കുന്നതിനും അല്ലാന്നുണ്ടെങ്കിൽ ഓരോ വണ്ടി ഓടിക്കുന്നതിനും അതിൻ്റെതായിട്ടുള്ള രീതികൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ അതായത് ഇപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ നമ്മളൊരു 100cc വണ്ടി ഓടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു 390 കയ്യിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്പീഡ് കൂടി പോകും. അപ്പോൾ വണ്ടിയുടെ അടി പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതൽ തന്നെയാണ്. അതിപ്പോൾ ഞാനായാലും നിങ്ങളായാലും ആരായാലും അതിനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ KTM എന്നല്ല ഏത് ബൈക്ക് ഓടിക്കുമ്പോഴും മക്കളെ ശ്രദ്ധിച്ച് ഓടിക്കുക, അതെന്നെ പറയാനുള്ളൂ. അതായത് ഇപ്പം എനിക്കും പറ്റിയ അബദ്ധം നിങ്ങൾക്കും പറ്റിയ അബദ്ധം പറ്റുന്നല്ല പറ്റാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടാവാത്ത രീതിയിൽ എന്ത് വണ്ടി വേണമെങ്കിലും ഓടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. KTMനെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ ഒന്നുകൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുകയാണ്. അപ്പോൾ ആ പേര് മറക്കണ്ട.
അപ്പോൾ ഗൈസ് KTM ഫുൾ ഫോം മറക്കണ്ട, കൗണ്ടർ ഓഫ് ആൻഡ് ട്രാങ്കംബോൾ മാരിഗോഫൻ, അത് ഓർത്ത് വെച്ചോ. അത് ഇച്ചിരി പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പേര് തന്നെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഒരു ലൈക്ക് അടിച്ചോ, 2 ലൈക്ക് അടിക്കരുത് കേട്ടോ, 1 ലൈക്ക് അടിച്ചാൽ മതി. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്.